സംശയിക്കുന്ന ഉമ്മമാരെ, നിങ്ങളൊരു കല്യാണ വീട്ടിലെത്തുന്നു എന്ന് കൂട്ടിക്കോളൂ. ഞാനൊരു ഉദാഹരണം പറയാണ്. ആ കല്യാണ വീട്ടിലെത്തിയപ്പോൾ അവിടെയുള്ള ഉമ്മമാര്, പെൺകുട്ടികൾ ആരും തലമറക്കാതെ ഒക്കെ തോളിലാ മറച്ചിരിക്കുന്നത്. നഊദുബില്ലാ, നിങ്ങളും അവരിലേക്ക് അങ്ങ് ചേർത്ത് പോയിട്ട് അള്ളാഹുവിന്റെ നിയമം കൈവച്ചിട്ട് തട്ടമെടുത്ത് മാറ്റി പോകരുത്. അത് ജാഹിലിയത്തിന്റെ ശൈലിയാണ്. വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ വിളിച്ചിട്ടാണ് അല്ലാഹു ആദ്യം ഈ നിർദ്ദേശം നൽകുന്നത്. ലോകത്തുള്ള മുഴുവൻ സ്ത്രീകൾക്കും അത് ബാധകമാണ്. നബി പത്നിമാരോട് അല്ലാഹു പഠിപ്പിച്ച അദബുകളുടെ കൂട്ടത്തിൽ ഒരു അദബാണ് വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. ആദ്യ അജ്ഞാത കാലത്തുള്ള സ്ത്രീകള് പൊതുസ്ഥലത്തേക്ക് രംഗപ്രവേശനം ചെയ്തതുപോലെ തല മറക്കാതെ, കഴുത്ത് മറക്കാതെ, കാത് മറക്കാതെ ഇറങ്ങി പുറപ്പെട്ടു പോകല്ല. ഒരിക്കലും ആ ശൈലി ശരിയല്ല. അള്ളാഹുവിന് അനുസരണമുള്ള ഉപ്പമാരാണോ, ഉമ്മമാരാണോ, അള്ളാഹുവിന്റെ ദീനിന്റെ ഹുക്മ അനുസരിക്കുന്നവരാണോ, നമ്മൾ യഥാർത്ഥ ഈമാനുള്ളവരാണോ? നമ്മുടെ മക്കളെ നോക്കിയാൽ അത് തിരിയണം, നമ്മുടെ ഭാര്യമാരെ നോക്കിയാൽ അത് തിരിയണം. പക്ഷേ ഇന്നത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. മെമ്പർഷിപ്പ് തുടക്കകാലം മുതൽ ഇന്ന് വരെയുള്ള ഒരാളെ മകള്, ആ മകള് മദ്രസയിലേക്ക് വരുമ്പോ കഴുത്ത് മറച്ചിട്ടുണ്ട്, തല മറച്ചിട്ടുണ്ട്, മക്കനെ നന്നായിട്ടിട്ടുണ്ട്, ഫുൾ കൈ ഡ്രസ്സുണ്ട്. 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ആ പെണ്ണിനെ പോലെ ശരീരത്തിന്റെ ഭംഗി പ്രദർശിപ്പിക്കുന്നൊരു പെണ്ണ് ഈ നാട്ടില് വേറെ ഇല്ല. 8ാം ക്ലാസ് മദ്രസയിലേക്ക് വന്ന പ്രായപൂർത്തിയും പക്വതയും എത്തിയ പെണ്ണ്, അതേ മുസ്ലിം സുഹൃത്തെ, പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് പുറത്തിറങ്ങി പോകുമ്പോ, ലൗകിക വിദ്യാഭ്യാസത്തിന് വേണ്ടി പഠിക്കാൻ പോകുമ്പോ ആ പെണ്ണിന്റെ കൈതണ്ട മറച്ചിട്ടില്ല, കഴുത്ത് മറച്ചിട്ടില്ല, കാത് മറച്ചിട്ടില്ല, തല മറച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, പകുതി മറക്കുന്ന സ്ത്രീകളുമുണ്ട്. ഈ സമൂഹത്തിന് വലിയൊരു അനുസരണക്കേടാണ് അവര്. പകുതി മാത്രം മറച്ചാ മതിയോ സഹോദരിമാരെ? പകുതി തലയുടെ മുടി കാണിച്ച് പകുതി ഇങ്ങോട്ടൊരു മക്കനയിടുന്ന സമ്പ്രദായം അത് ഇസ്ലാമിന് അന്യമാണ്. ഇസ്ലാമിന്റെ ശിരോവസ്ത്രമല്ല.